കൊള്ളാം ആന്റി. ഇപ്പൊ കണ്ട അഖിലാന്റി പോലെ തന്നെയുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അഖിലാണ്ടേശ്വരി ഇവിടെ ഇരിക്കുമ്പോ നീ ഇപ്പൊ നിൽക്കുന്നത് പോലെ ഞാൻ മാറി കയ്യും കെട്ടി നിൽക്കണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാറി തൃച്ചംബരത്ത് വിലാസിനിയാകാൻ ഇനി അധികം നാൾ വേണ്ട. സർവ അധികാരത്തോടെ അധികാരമേറ്റെടുക്കൽ. അതിനിടയിൽ അവള് അയ്യോ ആന്റി, ആന്റിക്ക് സന്തോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കല്യാണത്തിന്റെ സ്വാഗത സംഘം കൺവീനർക്ക് കല്യാണം നടത്താൻ പറ്റിയില്ലല്ലേ? ആ, അതിന്റെ ഒരു ടെൻഷൻ ആ മുഖത്ത് കാണാനുണ്ട്. അല്ല, ഗംഗയെ കണ്ടില്ലല്ലോ. ഓ, ഇനി കല്യാണം മുടങ്ങിയ ടെൻഷൻ കാരണം പുറത്തേക്ക് ഇറങ്ങാത്തതായിരിക്കും. അയ്യടാ, ഗംഗയുടെ കാര്യത്തിൽ എന്ത് ഉത്കണ്ഠ. കല്യാണം നടന്നില്ലെങ്കിലും ഗംഗ തന്നെയാ മൂത്ത മരുമകളെന്ന് പൊതുജന മധ്യത്തിൽ വെച്ച് അഖിലേച്ച് വിളിച്ചു പറഞ്ഞത് നന്ദനയും കേട്ടതല്ലേ? പിന്നെന്തിനാ അവൾ അകത്ത് കയറിയിരിക്കുന്നത്? താലി കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, അതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ പറയാതെ തന്നെ നന്ദനയ്ക്ക് അറിയാലോ. ഇവിടെ വാടി. മാഡം, എവിടെ പോയിരുന്നു? പൂജാമുറി ഒരുക്കാൻ പോയിരുന്നതാ മാഡം. അയ്യോ, അവള് പൂജാമുറി ഒരുക്കാൻ പോയിരിക്കുന്നു. അഖിലേച്ച് ഇവിടെ ഇല്ലാത്തപ്പോ നീ ആർക്ക് പൂജ ചെയ്യാൻ വേണ്ടിയാടി പൂജാമുറി ഒരുക്കാൻ പോയത്? ആന്റി, അഖിലാന്റി മൂകാംബികയിൽ പോയത് ഇവൾ അറിഞ്ഞില്ലല്ലോ. ആന്റി, ദേ ഗംഗ. ആന്റി, ദേ ആ വരവും ജാടയും ഒക്കെ കണ്ടിട്ടേ മൂത്ത മരുമകളുടെ അധികാരം ഉറപ്പിച്ച മട്ട. അഖിലാന്റി ആണെങ്കി നീ ഇങ്ങനെ മൈൻഡ് ചെയ്ത് നിക്കോടി. അവൾക്കൊരു ഗുഡ് മോർണിംഗ് പറയാൻ മടി. മാഡം, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാ. അഖിലാന്റിക്ക് കൊടുക്കുന്ന ബഹുമാനം എനിക്കും കിട്ടിയിരിക്കണം. മനസ്സിലായോ നിനക്ക്? പോയിക്കോ എന്റെ മുമ്പിന്ന്. നീ എന്താടി നിന്ന് സ്വപ്നം കാണുന്നത്? പോയി ജ്യൂസ് എടുത്തോണ്ട് വാടി. നന്നായി ഗംഗെ. അഖിലേച്ചി ഇല്ലാതിരിക്കുമ്പോ നീയേ ഇതുങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നത് നല്ലതാ. വെറുതെ ഇരുന്ന് തിന്നിട്ടേ കൊഴുപ്പെല്ലിന്റെ ഇടയിൽ കേറി നിൽക്കുക ഓരോന്നും. ഇരിക്ക. ഞാനും കൂടെ വേണ്ടല്ലേ?
ജ്യൂസ്. എന്ത് ജ്യൂസ് അടി ഇത്? ഫ്രഷ് ജ്യൂസ് അല്ലേ? അഖിലാന്റെ ചോദിച്ചാ നീ ഇങ്ങനെയാണോ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത്? എന്താടി നോക്കി പഠിപ്പിക്കുന്ന നീ? നന്നായി, കൊള്ളാം, സൂപ്പർ. ഒരു മിനിറ്റ്. അവൾ ആനന്ദിനെ തേടിപ്പോയതായിരിക്കും. അവൻ പുറത്തു പോയത് അവൾ അറിഞ്ഞില്ല. ഇരിക്കും. ഗംഗേ, സത്യത്തിൽ നീ ഇപ്പോഴാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളായത്. സൂപ്പർ. അടിപൊളി ഗംഗെ. അവളുടെ കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു. ചിലർക്ക് ഇതൊന്നും അത്ര പിടിച്ചിട്ടില്ല. കുലംകുത്തികൾ എവിടെയും കാണുമല്ലോ. എന്തായാലും അഖിലേച്ചി വരുന്നത് വരെ അടുക്കളക്കാരി ഇനിയൊന്ന് പേടിക്കും. ഈ ആദരവും ബഹുമാനമൊന്നും ചോദിച്ചു വാങ്ങാനുള്ളതല്ല. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ അറിയാതെ തന്നു പോകുന്നതാ. കണ്ടില്ലേ, ഈ 5 വിരലും പതിഞ്ഞിട്ടുണ്ട് നിന്റെ ഈ കവിളില്. ഇതുപോലെയാ അഖില മേഡം അടിക്കുമ്പോഴും. പുലിയെപ്പോലെ ഗർജിക്കാൻ പൂച്ച ശ്രമിക്കരുത്. തൊണ്ട പൊട്ടി ചത്തു പോവുകയുള്ളൂ. മിനിമം മേഡത്തിനെ പോലെ കൈവീശി അടിക്കാനെങ്കിലും പഠിച്ചിട്ട് വാ നീ.
ജീവിതത്തിൽ ആകെയുള്ളൊരു ഉറപ്പ് എന്തെങ്കിലും മരിക്കുമെന്നുള്ളത് മാത്രമാണ്. ആ സമയം മറ്റൊരാളെ കൊണ്ട് തീരുമാനിപ്പിക്കരുത്. മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലത്. ഞാൻ പോലും ഒരു നിമിഷം അഖിലേച്ചി ഇറങ്ങി വരുന്നെന്നാ വിചാരിച്ചത്. ഛേ, അറിയാതെ സിറ്റിന്ന് എഴുന്നേറ്റും പോയല്ലോ. നിനക്ക് ഇത് തന്നെ വേണം. അയ്യോ, ചാർജ് തീർന്നല്ലോ. ചാർജറാണെങ്കിൽ ഔട്ട് ഹൗസിലും. ഇനി വല്ലൂഞ്ഞങ്ങനെ വിളിച്ചാലോ? ചാർജർ ഇട്ടിട്ട് വരാം. എന്റെ കരണത്തടിച്ചിട്ട് നീ തുള്ളിച്ചാടി നടക്കുകയല്ലേ? ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും ഞാൻ, ഒരു പിടി ചാരം പോലും അവശേഷിപ്പിക്കാതെ. ചാർജർ ഇതെവിടെ പോയി? ഞാനിതിവിടെ കുത്തിയിട്ടിരുന്നാണല്ലോ. അനിയൻകുട്ടാ, എന്റെ ചാർജർ കണ്ടോ നീ? അനിയൻകുട്ടാ, അനിയൻകുട്ടാ. ഏതായാലും അവളിവിടെ ആഹാരം ഉണ്ടാക്കാൻ ഇപ്പൊ കിച്ചണിൽ കയറാതിരിക്കില്ല. ഈ ചെക്കനിത് എവിടെ പോയി കിടക്ക? അനിയൻകുട്ടാ, എന്നെ കൈനീട്ടി അടിച്ച നിന്റെ ശരീരം ആളെ തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് എനിക്ക് കാണണം.
സാധനം വെച്ചെടുത്ത് കാണില്ല. ശ്ശെ, ഈ അനിയൻകുട്ടൻ ഇത് എവിടെ പോയെന്ന് അറിയാൻ വയ്യല്ലോ. അനിയൻകുട്ടാ, അനിയൻ, ചേച്ചി, രാവിലെ കമ്പും കോലോട്ട് ഇറങ്ങിക്കോളണം നീ. ഒരു ധോണി വന്നിരിക്കുന്നു. ഈശ്വരാ, എങ്ങനെയെങ്കിലും ആ സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കി. അവിടെ എന്റെ ചാർജർ വെച്ചിരുന്ന നീ എടുത്തോ? മൊബൈൽ ഇല്ലാതെ ചാർജർ ഞാൻ എന്തിനാ എടുക്കുന്നേ? ദേ, എനിക്കൊരു മൊബൈൽ തന്നില്ലെങ്കിൽ എന്റെ ഓൺലൈൻ ക്ലാസ് എല്ലാം നഷ്ടപ്പെടും. നഷ്ടപ്പെടട്ടെ. സ്കൂൾ അടച്ചു കിടക്കണ സമയത്ത് പോലും നിനക്ക് എന്നെ ഒന്ന് സഹായിക്കണമെന്നില്ലല്ലോ. ഓ, ഭഗവാനെ, ഒരു അനിയത്തി മതിയായിരുന്നു. പാചകം ചെയ്യാനെങ്കിലും സഹായിച്ചേനെ. ഓ, അപ്പൊ അതാണ് കാര്യം. പാചകം ചെയ്യാൻ സഹായിക്കണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ചേച്ചി കുറച്ചു നേരം ഈ ഫാന്റെ കീഴിൽ വിശ്രമിക്കേ. ഞാൻ പോയി ഒരു ചൂട് ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കൂടെ നിന്ന് പാചകം പഠിക്കാം. എന്താ? ആ, ശരി ശരി. നീ ആദ്യം ചേച്ചിക്ക് ഒരു ചൂട് ചായ ഇട്ടുണ്ട് വാ. നിനക്ക് ചായ എങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ നോക്കട്ടെ. ആ, നോക്കാം. ആ, ചെല് ചെല്. അയ്യോ, ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചാർജർ. നീ എന്തോ വലിയ ത്രില്ലിലാണെന്ന് തോന്നുന്നല്ലോ ഗംഗേ. എന്തായാലും അത് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ഇനി അടികൊണ്ട് കിളിയെങ്ങാനും പോയോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയുന്നത് എന്തിനാ ആന്റി? പറയണം. കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് ഒരു മുൻകൂർ ധാരണയുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. നീ കാര്യം പറയ. ആ, ഏതായാലും നീ എന്നെ കൂട്ടിയില്ല. കാര്യമെങ്കിലും അറിയട്ടെ. പെട്ടെന്നൊരു ഐഡിയ തോന്നി ചെയ്തതാ. ആന്റി കേട്ടിട്ടില്ലേ, ചിലപ്പോ പുല്ലും ആയുധമാകുമെന്ന്? അയ്യോ, അത് അങ്ങനെയല്ല. വല്ലഭന് പുല്ലും ആയുധമെന്നാ. നീ കാര്യം പറ ഗംഗേ. പഴഞ്ചൊല്ലൊക്കെ കൃത്യമായി അറിയാവുന്ന ആന്റി അരക്കില്ലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അരക്കില്ലോ? ആ, പാണ്ഡവരെ കത്തിച്ചു കൊല്ലാൻ കൗരവർ മരഭിത്തിയും അരക്കും വെച്ചുണ്ടാക്കിയ വീട്. അതെ, അത് തന്നെ ആന്റി. ആ ഔട്ട് ഹൗസ് ഇപ്പോ അരക്കില്ലമായി കത്തി അമരുന്നത് ആന്റിക്ക് കാണാം. ആനന്ദിന് അവളുടെ അവശിഷ്ടം പോലും കിട്ടില്ല. ഭാഗ്യത്തിന് സിലിണ്ടറിൽ ഗ്യാസ് തീർന്നിരിക്കായിരുന്നു. അതുകൊണ്ടാ കല്യാണിയുടെ അനിയൻകുട്ടന്റെ ജീവൻ തിരികെ കിട്ടിയത്. നീ ഒരു പെണ്ണാണോടി? മനുഷ്യജന്മം തന്നെയാണോ നിന്റേത്? നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കല്യാണിയെ ചതിച്ചു കൊന്നിട്ട് നിനക്കിവിടെ മഹാറാണിയായിട്ട് സുഖിച്ചു വാഴാന്നോ? ആനന്ദേ, അത് മിണ്ടരുത്. ഈ വീട്ടിലെ മൂത്ത മരുമകളായി എന്റെ കരണത്ത് അവൾ അടിച്ചു. അത് എല്ലാരും നോക്കി നിൽക്കെ. ഗംഗ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നവളാ. കല്യാണി വെറും ഒരു വേലക്കാരിയും. അത് നീ മറക്കരുത്. കല്യാണി എന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ. അതിനേക്കാൾ വലുതാണ് ആനന്ദിന്റെ ഭാര്യയാകാൻ പോകുന്ന എന്റെ സ്ഥാനം. നീ ഭാവിയിലാകുമെന്ന് സ്വപ്നം കാണുന്ന ഈ ഭാര്യ പദവി ആര് അംഗീകരിക്കുന്നടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോ ഇവിടെ വച്ച് അവസാനിപ്പിച്ചോളാം കല്യാണിയോടുള്ള നിന്റെ ഈ യുദ്ധം. ഇല്ലെങ്കിൽ നീ സ്വയം കുഴിവെട്ടുന്നതിന് തുല്യമായിരിക്കും. ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തോ അരക്കില്ലം തീർത്ത കഥ പറയുന്നത് കേട്ടല്ലോ. അരക്കില്ലത്തിൽപ്പെട്ട് കത്തി അമർന്നത് കൗരവ പക്ഷത്തില് പുരോജനൻ തന്നെയാണെന്ന് കൂടി ഓർമ്മ വേണം.
3 പേരും.